നമസ്തേ. സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഞാനെന്ന ബോധം എല്ലാ ജീവികളിലും ഉള്ളതാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും കർമ്മങ്ങൾക്കും അടിസ്ഥാനമായി നിൽക്കുന്നതും അതുതന്നെയാണ്. നമ്മെ ബന്ധനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്നത് അതുതന്നെ. ഈശ്വരഭക്തി കൊണ്ടും വിവേകം കൊണ്ടും തൻ്റെ പൂർണ്ണതയെ ബോധിക്കുമ്പോൾ അത് നമ്മെ മുക്തരാക്കുന്നു. എന്നാൽ സ്വാർത്ഥ ചിന്തകളിലും സ്ഥാനമാനങ്ങളിലും ഭ്രമമുണ്ടാകുമ്പോൾ അത് ദുഃഖത്തിനും ബന്ധനത്തിനും കാരണവുമാകും. നമ്മുടെ ബുദ്ധിയെയും വിവേകശക്തിയെയും വഴിതെറ്റിക്കുന്ന ഒരു ഭ്രമമാണ് അഹന്ത. അഹന്തയുടെ ശക്തി നാശത്തിൻ്റെ ശക്തിയാണ്. അത് എല്ലാ നന്മകളെയും നശിപ്പിക്കും. ശാന്തിയും സമാധാനവും ഇല്ലാതാക്കുന്ന ദുഷ്ടശക്തിയാണത്. രാവണനും കംസനും ജരാസന്ധനും ഹിറ്റ്ലർക്കും മറ്റുമുണ്ടായ പരാജയം അഹന്തയ്ക്കുണ്ടായ പരാജയമാണ്. അഹന്തയുടെ ശക്തി താൽക്കാലിക വിജയമാണ്. അത് താൽക്കാലിക വിജയം മാത്രമേ നേടാൻ കഴിയൂ. എന്നാൽ അഹന്തയെ ഈശ്വരനിൽ സമർപ്പിച്ച് വിശ്വശക്തിയുടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ കഴിഞ്ഞാൽ അതുതന്നെയാണ് മുക്തിമാർഗം. പാണ്ഡവന്മാർ രാജ്യം നഷ്ടപ്പെട്ട് വനത്തിൽ കഴിയുന്ന കാലം സഹോദരന്മാർ കൂടാരത്തിനുള്ളിൽ നല്ല ഉറക്കത്തിലാണ്. ഭീമസേനനാണ് കാവൽ. ഒരു ദിവസം ഒരു രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അയാൾ കൂടാരത്തിന് നേരെ വരുന്നത് കണ്ട് ക്രുദ്ധനായ ഭീമൻ രാക്ഷസനെ മുഷ്ടി ചുരുട്ടി ആഞ്ഞിട്ടിച്ചു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ഒടുന്നനെ രാക്ഷസന്റെ വലുപ്പം ഇരട്ടിയായി, ശക്തിയും ഇരട്ടിച്ചു. ഭീമൻ ഓരോ ഇടിയിടിക്കുമ്പോഴും രാക്ഷസന്റെ വലുപ്പവും ശക്തിയും ഇരട്ടിച്ചുകൊണ്ടേയിരുന്നു. രാക്ഷസനെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ലെന്ന് മനസ്സിലായ ഭീമൻ കൂടാരത്തിൽ ചെന്ന് യുധിഷ്ഠിരനെ വിളിച്ചുണർത്തി യുധിഷ്ഠിരനെയും കൂട്ടിക്കൊണ്ടുവന്നു. യുധിഷ്ഠിരൻ പുറത്തേക്ക് വന്ന് രാക്ഷസനോട് പിന്മാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാക്ഷസൻ വീണ്ടും യുദ്ധത്തിന് തയ്യാറായി. യുധിഷ്ഠിരൻ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് സർവശക്തനായ ഭഗവാനെ, അവിടുത്തെ ശക്തി കൊണ്ട് എനിക്ക് രാക്ഷസനെ ജയിക്കാൻ കഴിയണമേ. ഈ പ്രാർത്ഥനയോടെ അദ്ദേഹം രാക്ഷസനെ നേരിട്ടു. പൊടുന്നനെ രാക്ഷസന്റെ വലിപ്പം പകുതിയായി. യുധിഷ്ഠിരന്റെ ഓരോ ഇടിയേൽക്കുമ്പോഴും രാക്ഷസന്റെ വലിപ്പവും ശക്തിയും കുറഞ്ഞു കുറഞ്ഞ് അങ്ങനെ വന്നൊടുവിൽ രക്ഷയില്ലെന്ന് കണ്ട രാക്ഷസൻ ഓടി മറയുകയും ചെയ്തു. രാക്ഷസൻ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലുമുള്ള അഹന്തയാണ്, അഹങ്കാരമാണ്. ഭീമസേനൻ ഞാനെന്ന ഭാവത്തോടെയാണ് രാക്ഷസനെ നേരിട്ടത്. ഞാനെന്ന ഭാവത്തോടെ ആര് കർമ്മം ചെയ്യുമ്പോൾ അഹങ്കാരം വർദ്ധിച്ച് വർദ്ധിച്ചു വരും. അത് നമ്മേക്കാൾ ശക്തി പ്രാപിക്കും. ഒടുവിൽ അതിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അതിൻ്റെ അടിമയായി തീരും. അങ്ങനെ നാം ബന്ധനത്തിലും ദുഃഖത്തിലും അകപ്പെടുന്നു.
എന്നാൽ വിവേകിയായ യുധിഷ്ഠിരൻ ഈശ്വരനിൽ സമർപ്പിച്ചാണ് കർമ്മം ചെയ്തത്. അതുകൊണ്ട് അഹങ്കാരമാകുന്ന രാക്ഷസന്റെ ശക്തി ക്ഷയിച്ചു. അത്തരം മനസ്സിൽ ഈശ്വരൻ്റെ അനന്ത ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കർമ്മം നമ്മെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും. കർണൻ്റെയും അർജുനൻ്റെയും ഉദാഹരണവും ഇത് തന്നെയാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ അസ്ത്രവിദ്യയിൽ കർണൻ അർജുനനേക്കാൾ കേമനാണ്. എന്നാൽ കർണൻ അഹംഭാവത്തോടെയാണ് എപ്പോഴും യുദ്ധം ചെയ്തത്. അതിനാൽ എല്ലായിടത്തും അദ്ദേഹത്തിന് പരാജയം തന്നെയാണ് സംഭവിച്ചത്. എന്നാൽ അർജുനൻ ഭഗവാനെ സങ്കല്പിച്ച് ആ സങ്കല്പത്തോടെയായിരുന്നു യുദ്ധം ചെയ്തത്. അതിനാൽ എല്ലായിടത്തും വിജയിക്കാനും കഴിയും. അഹന്തയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ അവിടുത്തെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകുന്നു. സാധാരണയായി നമ്മൾ ഏതെങ്കിലും ആഗ്രഹപൂർത്തിക്കായിട്ടാണ് കർമ്മം ചെയ്യുന്നത്. നമ്മുടെ ശ്രമം ചിലപ്പോൾ പരാജയപ്പെടാം, ചിലപ്പോൾ വിജയിക്കാം. പരാജയപ്പെട്ടാൽ നമുക്ക് ദുഃഖമായി, വിജയിച്ചാൽ വിജയം ആവർത്തിക്കാനുള്ള ആഗ്രഹം ബാക്കിയാവുകയും ചെയ്യും. രണ്ടായാലും നമുക്ക് സമാധാനമില്ല. എന്നാൽ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കയ്യിലെ ഒരു ഉപകരണം എന്ന നിലയിൽ കർമ്മം ചെയ്യുമ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് നമ്മൾ അവിടുത്തെ പ്രസാദമായി സ്വീകരിക്കുന്നു. അതിനാൽ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിക്കും നമ്മെ തളർത്താനാവുകയില്ല. മാത്രവുമല്ല, ക്രമേണ അഹന്തയെ പൂർണ്ണമായി ജയിച്ച് നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ആനന്ദം അനുഭവിക്കാനും കഴിയും. അഹങ്കാരത്തെ മറികടന്നാൽ പിന്നെ ഞാൻ, നീ, എൻ്റേത്, നിൻ്റേത് എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാം ഒരേ ആത്മാവിൻ്റെ വിവിധ ഭാഗങ്ങൾ. ഈ അവസ്ഥയിലെത്തിയവർ എല്ലാത്തിനെയും ഒരുപോലെ സ്വാഗതം ചെയ്യും, സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതാണ് മതം, അതാണ് ആധ്യാത്മികത. അങ്ങനെയല്ലേ വേണ്ടത് എന്ന് വെറുതെ ഒന്ന് ആലോചിക്കുക.